ഹായ്, ഗ്ലാം വിത്ത് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്യൂട്ടി ടിപ്പോ ഹെൽത്ത് ടിപ്പോ ടാറ്റു കണക്റ്റഡായ ഒരു കാര്യമല്ല ഞാൻ പറയാൻ പോണത്. ഇന്ന് വളരെ സ്പെഷ്യലായൊരു വീഡിയോ ആണ്. ഞാൻ ടാറ്റുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. മൂപ്പർക്കുള്ള ഡൗട്ടിന് റിപ്ലൈ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു. പക്ഷെ എന്നാൽ കൂടി പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ തോന്നി അങ്ങർക്ക് ആ ആൾക്ക് അതിൽ ചിലപ്പോൾ ആ റിപ്ലൈ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ല. ചിലപ്പോൾ അതുപോലത്തെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ഇൻക്ലൂഡഡ് ആ പ്രത്യേക വ്യക്തിക്കും കൂടിയുള്ള റിപ്ലൈ ആണിത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇല്ല ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഇപ്പോൾ ടാറ്റുവിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനൊരു കമൻറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കണം. വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ട്, ആളിട്ട കമൻറ്റ് ഉണ്ട്. ഞാൻ ആ വ്യക്തി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. മൂപ്പര് സ്വന്തം പേരിൽ തന്നെയാണ് കമൻറ്റ് അയച്ചിരിക്കുന്നത്. സുനിൽ ജോസഫ്. പേരൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി ഏജുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. എന്നെ കൊച്ചെ എന്നൊക്കെ വിളിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂപ്പരെ പേര് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഏജുള്ള ആളെ പേര് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ആളെ അമ്മാവ എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ തന്ന കമൻറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുള്ള റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പായിട്ട് കമൻറ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അത്രയും തരം താഴാൻ അല്ലെങ്കിൽ ആളുടെ അത്രയും എന്താ പറയുക അസംബന്ധമായ ഈ വൃത്തികെട്ട രീതിയിൽ അങ്ങനെയല്ല ഞാൻ വളർന്നു വന്നത്. ഞാൻ നല്ലൊരു അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തറവാട്ടിൽ ജനിച്ചതാണ്. അതുകൊണ്ട് ആൾ ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കും. ആൾക്ക് എത്ര ലോക്കൽ വരെ താഴാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ആ രീതിയിൽ വളർന്നു വന്ന ആളായിരിക്കും. ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ പോലത്തെ ആളുടെ സ്റ്റാൻഡേർഡിനൊത്ത അച്ഛനും അമ്മയായിരിക്കും. ചിലപ്പോൾ ആളത് അങ്ങനെ ജനിച്ചു വളർന്നതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്. എനിക്കെന്തായാലും അത്രയും തരം താഴാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലല്ല ജീവിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ നല്ലൊരു തറവാട്ടിൽ നല്ലൊരു അച്ഛനും അമ്മയ്ക്കും നല്ല ചേട്ടനും ചേച്ചിയും ബന്ധുക്കളൊക്കെ ഉള്ള എന്താ പറയുക ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആൾ പറഞ്ഞ അത്രയും തരം താഴ്ന്ന രീതിയിൽ റിപ്ലൈ തരാൻ പറ്റില്ല. ആ കമൻറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും പോയി കാണണം. കണ്ടിട്ട് അമ്മാവത് എന്തായാലും കാണണം. കണ്ടിട്ട് അമ്മാവനോട് പറയാനുള്ള റിപ്ലൈ ഇതാണ് എനിക്ക്. എന്തായാലും എനിക്കതിനുള്ള ഉത്തരം അറിയില്ല. അമ്മാവന് ആ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളങ്ങനത്തെ ടാറ്റു ചിലപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് സെർച്ച് ചെയ്ത് നടക്കുന്ന ആളല്ല. അപ്പോൾ അമ്മാവൻ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ റിപ്ലൈ അവരുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിതുവരെ അങ്ങനത്തെ ഒരു ടാറ്റു ചെയ്തിട്ടുമില്ല. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. ടാറ്റു ചെയ്യാന്നുള്ളത് എൻ്റെ ജോലിയാണ്, എൻ്റെ പ്രൊഫഷനാണ്. ഞാനത് അത്രയും ഇഷ്ടത്തോടെ പഠിച്ച് അത്രയും മെനക്കെട്ട് സാമ്പത്തികം ഇല്ലാതിരുന്നിട്ട് വരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തൊരു ജോലിയാണ്. ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. വേറൊരു തൊഴിലും ഇല്ലാതെ ചോറിയും കുത്തിയിരുന്ന് ഫോൺ നോക്കിയിരുന്ന് മറ്റുള്ളവർ ചെയ്യണ വീഡിയോസ് കണ്ട് അതിനിങ്ങനെ അത്രയും തരം താഴ്ന്ന രീതിയിൽ കമൻറ്റൊക്കെ ഇട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് ജീവിക്കണ അമ്മാവനെ പോലുള്ളവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ച് ഇത് എവിടെയൊക്കെ ആരൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ രഹസ്യഭാഗങ്ങൾ ചെയ്തിട്ടുള്ള ടാറ്റുവിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അമ്മാവൻ തന്നെ കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ ചൊറിച്ചിലുണ്ടാവും. എനിക്കെന്തായാലും അതിനുള്ള സമയമില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പിന്നെ ഞാൻ ചെയ്യണ ജോലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിന് റിപ്ലൈ തരുന്നത്. ഒരു വീഡിയോ അത് എടുക്കുന്നവർക്കറിയാം. അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കുറച്ച് വൈറലാവണം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ലേഡി ടാറ്റു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങളെപ്പോലുള്ള ഏജായിട്ടുള്ള ഈ അമ്മാവന്മാർ സദാചാര പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവനവൻ്റെ വീട്ടിലും അമ്മയച്ഛനും
പെങ്ങന്മാരൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. നല്ല രീതിക്ക് ജനിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അതുണ്ടാവും. ഇല്ലാത്ത ആൾക്കാർക്കുള്ള ചൊറിച്ചിലാണ് ഈ കാണുന്നത്. നല്ല രീതിക്ക് ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മാവൻ്റെ വീട്ടിലുമുള്ള സ്ത്രീകളും ഇതുപോലത്തെ കമൻറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ അസഭ്യമായിട്ടുള്ള ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സുനിൽ ജോസഫ് എന്ന് പറയുന്ന അമ്മാവൻ്റെ അത്ര തരം താഴാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ ജീവിച്ച് വളർന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്നാൽ ഞാൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അത്രയും തരം താഴാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ അത്രയും ലോക്കലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടത്. പിന്നെ ആ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അമ്മാവൻ പല സ്ഥലത്തും പല പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടും ഇങ്ങനത്തെ രഹസ്യഭാഗങ്ങളിൽ ടാറ്റു കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മാവൻ ആ സംശയം വന്നിട്ടുണ്ടാവുക. അപ്പോൾ നേരിട്ട് അവരുടെ തന്നെ ചോദിക്കുക അതിൻ്റെ കറുത്ത് എന്താണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും അമ്മാവൻ ഇതുപോലുള്ള കമൻറ്റുകൾ ഇടണം. എനിക്കതൊരു പിടിവള്ളിയാണ്. ഞാനതിൽ പിടിച്ച് കയറും. മാക്സിമം ഞാൻ ഇങ്ങനത്തെ റിപ്ലൈ തരുകയും ചെയ്യും. ഞാൻ ഫേമസ് ആവുകയും ചെയ്യും. നമുക്ക് കാണാം. അപ്പം ടാറ്റാ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ചെയ്യണ സ്ത്രീകളും ഒന്ന് കണ്ടിരുന്നാൽ നല്ലതാണ്. നമ്മളിങ്ങനെ ഓപ്പണായിട്ട് റിപ്ലൈ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് യുവന്മാരുടെ ചൊറിച്ചിലൊക്കെ കുറച്ചൊരു സമാധാനം കിട്ടുന്നത്. അപ്പോൾ ആരും തളരണ്ട. ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് കൂടി എനിക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് വിഷമമായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ അമ്മാവനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടുമില്ല. എനിക്ക് അറിയും കൂടി ഇല്ല ഇയാൾ ആരാണ്. അപ്പോൾ ആരും ഇങ്ങനത്തെ കമൻറ്റ് ഒന്നും വെച്ചിട്ട് തളർന്നിരിക്കാനൊന്നും നിൽക്കണ്ട. അമ്മാവൻ എന്തായാലും ഇതുപോലുള്ള വിക്രിയകൾ ഇനി തുടരുക. ബാക്കിയുള്ളവർക്ക് അത് ബൂസ്റ്റപ്പ് ആവട്ടെ. ഞങ്ങളെപ്പോലുള്ള തളർന്നിരിക്കുന്ന സ്ത്രീകൾക്ക് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശക്തി തന്നെയാണ്. ഇനിയും കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഇനിയും നേരിട്ട് കാണാം. അല്ലെങ്കിൽ ഇനിയും ഇതിനുള്ള റിപ്ലൈസ് ഇതുപോലെ ഞാൻ വീഡിയോയിൽ തരാം. അപ്പോൾ അമ്മാവനെ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കമൻറ്റ് കണ്ടിട്ടുള്ള എല്ലാവരും അമ്മാവൻ ചോദിച്ച ഡൗട്ടിന് റിപ്ലൈ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം.